هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على من كان خلق القرآن وعلى آله وصحبه الفائزين بالهدى. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ പണ്ഡിതരെ, സഹോദരങ്ങൾ, ഇവിടെ സൂചിപ്പിച്ച പ്രകാരം രണ്ട് കാഴ്ചപ്പാടുകൾ, രണ്ട് വീക്ഷണങ്ങൾ പരസ്പരം സൗഹാർദ്ദപരമായി ചർച്ച ചെയ്യുന്ന ഒരു വേദിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. വിഷയത്തിലും സമയത്തിലും ഒതുങ്ങി നിൽക്കുന്നതിന് വേണ്ടി ഒരു വായനയുടെ രൂപമാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് ആദ്യമായി അറിയിക്കുകയാണ്. ഹിജ്റ മാസാരംഭ നിർണയത്തിൽ നിലവിൽ ലോക മുസ്ലിങ്ങൾ, വിശിഷ്യ കേരള മുസ്ലിങ്ങൾ തുടർന്നു വരുന്ന രീതി തികച്ചും അനിസ്ലാമികവും ജൂതായുസവുമാണെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ന്യൂമൂണിനെ മാനദണ്ഡമാക്കി ലോകം മുഴുവൻ തീയതി ഏകീകരിച്ചുകൊണ്ട് തങ്ങൾ തയ്യാറാക്കിയ കലണ്ടറാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കലണ്ടറെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് സാഹചര്യമുണ്ടായത്. ഇസ്ലാമിൽ ചാന്ദ്രമാസത്തിന്റെ മാനദണ്ഡം ക്രസൻ ന്യൂമൂണാണോ, അഥവാ പ്രഥമ ചന്ദ്രക്കല ആണോ, അതോ ആസ്ട്രോണമിക്കൽ ന്യൂമൂണാണോ, അഥവാ അമാവാസി ആണോ എന്നതും ഇസ്ലാമികമായി ദിനാരംഭം നിർണ്ണയിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡവുമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ വിഷയമായി ധാരണയായിട്ടുള്ളത്. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കട്ടെ. മുസ്ലിങ്ങൾ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു നടപ്പ് രീതിയിൽ വൈകല്യം ആരോപിച്ച് മറ്റൊരു ആശയം നാം അവതരിപ്പിക്കുമ്പോൾ അത് അന്യൂനവും പ്രായോഗികവും സർവോപരി പ്രാമാണികവുമാകുമ്പോഴേ അത് സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്നത് ഒരു പൊതുതത്വമാണല്ലോ. ആശയത്തിന്റെ സൗന്ദര്യത്തെക്കാളും അതുണ്ടാക്കിയ വ്യക്തിയുടെ പ്രഭാവത്തെക്കാളും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാമാണിക സാധുത മാത്രമാണ് ആദ്യം പരിഗണിക്കപ്പെടേണ്ടത്. മാസ നിർണയ മാനദണ്ഡത്തിൽ നിലവിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുവെന്ന് ആരോപിച്ച് പകരം നിർദ്ദേശിക്കുന്ന രീതി അഡ്ജസ്റ്റ്മെന്റുകളുടെ കലവറയാണ്. ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യയുമായി നാം മുഖ്യമായും വിയോജിക്കുന്നത് ഈ പോയിന്റിലാണ്. കേവലം ഒരാശയത്തെ ഒരു വാദമാക്കി സ്വീകരിക്കുകയും തങ്ങളുടെ ഗവേഷണ ഫലങ്ങളെ ഇസ്ലാമിന്റെ ഗണിത നിയമങ്ങളായി തീവ്രതയോടെ അവതരിപ്പിക്കുകയും വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ സമീപിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ പലപ്പോഴും ആശാസ്യകരമല്ലാത്ത പ്രവണതകൾക്ക് ഈ മേഖലയിൽ വഴിവെക്കുന്നു. ചന്ദ്രമാസത്തിന്റെ മാനദണ്ഡം ക്രസൻ ന്യൂമൂൺ അഥവാ ഹിലാൽ. ഈ വിഷയത്തിൽ സംശയത്തിന് പോലും ഇടം നൽകാതെ വ്യക്തമായ കാര്യമാണ് ഹിലാൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിൽ മാസാരംഭം നിർണ്ണയിക്കേണ്ടതെന്ന്. യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. നബിയെ, നിന്നോടവർ ചന്ദ്രക്കലകളെ പറ്റി ചോദിക്കുന്നു, പറയുക അത് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് സമയനിർണയത്തിനും ഹജ്ജ് തീർത്ഥാടനത്തിനുമുള്ള ഉപാധികളാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിൽ മാസമാറ്റത്തിന്റെ മാനദണ്ഡം ഹിലാൽ ദർശനമാണെന്നും 29 അതുണ്ടായില്ലെങ്കിൽ 30 പൂർത്തിയാക്കണമെന്നും മേലുദ്ധരിച്ച ഖുർആൻ വചനം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജലല്ലാഹുൽ അഹില്ലത മവാഖീത ലിന്നാസ് ഫസൂമു ലിറുയതി വഅഫ്തിറു ലിറുയതി ഫഇൻ ഉമ്മ അലൈക്കും ഫഅദ്ദു 30 യൗമ. അള്ളാഹു ചന്ദ്രക്കലകളെ ജനങ്ങൾക്ക് കാലനിർണയത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ ആ ചന്ദ്രക്കല കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, അത് കണ്ടാൽ നിങ്ങൾ മുറിക്കുകയും ചെയ്യുക, മേഘാവൃതമായാൽ 30 ദിവസം എണ്ണുക. ബുഖാരി. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹിലാൽ അഥവാ ക്രസൻ ന്യൂമൂൺ ആണ് മാസമാറ്റത്തിന്റെ മാനദണ്ഡമെന്ന് എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അസ്ട്രോണമിക്കൽ ന്യൂമൂണാണ് ഇസ്ലാമിന്റെ മാസമാറ്റത്തിന്റെ മാനദണ്ഡമെന്ന് പ്രമാണങ്ങളോ പണ്ഡിതന്മാരോ പറയുന്നില്ല. ലോകത്ത് ആദ്യമായി അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അടിസ്ഥാനമാക്കി കലണ്ടർ ഉണ്ടാക്കിയതായി അറിയപ്പെടുന്നത് ജൂതസഭയുടെ അധ്യക്ഷനായ ഹില്ലൻ രണ്ടാമനാണ്. അദ്ദേഹം BC 359 ഇബ്രു കലണ്ടർ അല്ലെങ്കിൽ ജാവേഷ് കലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന കലണ്ടർ ഉണ്ടാക്കി. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറിക്കിടക്കുന്ന യഹൂദികളെ ഒരേ ചരടിൽ കോർത്തിണക്കലായിരുന്നു ഈ കലണ്ടറിന്റെ ഉദ്ദേശം. അതിലവർ വിജയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെല്ലുമ്പോൾ ഈ ജൂത കലണ്ടറായിരുന്നു നിലവിലുണ്ടായിരുന്നതെന്നും ഇത് തുടർന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ തെറ്റായ രീതിയാണെന്ന് മനസ്സിലാക്കി അത് തള്ളിക്കളയുകയായിരുന്നുവെന്നും ഹിജ്റ കമ്മിറ്റി ചെയർമാൻ തന്നെ പറയുന്നുണ്ട്. ഹിജ്റ 2ാം വർഷം റംസാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ആചരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് മുറിക്കുക. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് 2ാമത്തെ വർഷം ആഷുറ നോമ്പ് നോൽക്കുന്നതിന് ഇസ്ലാമിന്റെ ശരിയായ നിയമം പഠിപ്പിച്ചു കൊടുത്തു എന്ന് താഴെ പറയുന്ന ഹദീസിൽ മനസ്സിലാക്കാം. ഹക്കം ഇബ്നു അഅറാജ് റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ഇബ്നു അബ്ബാസിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം സംസമിന്റെ അടുത്ത് തന്റെ മേൽത്തട്ടം തലണയാക്കി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആശുറ നോമ്പിനെ പറ്റി എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മുഹറം പിറവി കണ്ടാൽ പിന്നെ ദിവസം എണ്ണുക, 9-ാം ദിവസം നോമ്പുകാരനായിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണോ നോമ്പെടുത്തതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. മുസ്ലിം 1133. 9-ാം ദിവസം താസ്വ എടുത്താൽ 10-ാം ദിവസം സ്വാഭാവികമായും ആശുറ ആയിരുന്നു. അസ്ട്രോണമിക്കൽ ന്യൂ മൂണിന് മിഹാഖ് എന്നാണ് അറബിയിൽ പറയുക. ഈ പ്രയോഗം ഖുർആനിലോ സുന്നത്തിലോ ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഇതാണ് മാസമാറ്റത്തിന്റെ മാനദണ്ഡമെങ്കിൽ ഖുർആനും സുന്നത്തും ഇത് പരാമർശിക്കാതിരിക്കുകയില്ല. എന്നാൽ ക്രസന്റ് ന്യൂ മൂൺ അഥവാ ഹിലാൽ എന്ന പ്രയോഗം ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. അസ്ട്രോണമിക്കൽ ന്യൂ മൂണിനെയും ക്രസന്റ് ന്യൂ മൂണിനെയും ആധികാരിക ഡിക്ഷണറികളിൽ നിന്നും വിലയിരുത്തേണ്ടതുണ്ട്. കാമൂസുൽ മുഹീദ്, ലിസാനുൽ അറബി മലയാളം നിഘണ്ടുവായ അൻബൽഹൽ തുടങ്ങിയവ സമയക്കുറവ് കാരണം ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. മിഹാക്ക്, കറുത്ത വാവ് എന്നൊക്കെ പറയുന്ന ആസ്ട്രോണമിക്കൽ ന്യൂ മൂൺ ഭൂമിയിൽ ആർക്കും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ്. മാസമാറ്റത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ച് നിങ്ങൾ അതിനെ കണ്ടാൽ എന്ന് പ്രവാചകൻ പറഞ്ഞതിലൂടെ കാണാത്ത ഒന്നല്ല അത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതകാര്യങ്ങളിൽ നിങ്ങളുടെ മേൽ യാതൊരു പ്രയാസവും അവൻ ചുമത്തിയിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹു മാസമാറ്റത്തിന്റെ മാനദണ്ഡമായി കാണാത്ത മിഹാക്കിനെ നോമ്പും പെരുന്നാളും ആചരിക്കാനുള്ള അടിസ്ഥാനമായി നിശ്ചയിച്ചു എന്ന് നാം മനസ്സിലാക്കണമോ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ജനങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ വിശദീകരിച്ച് പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാസമാറ്റത്തിന്റെ അടിസ്ഥാനം ഹിലാലാണെന്ന് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. ഇത്തരം വിഷയങ്ങളിൽ പ്രവാചക ശാസന മാറ്റിവെച്ച് ഗവേഷണത്തിന് മുതിരുന്നത് തന്നെ ഗൗരവമുള്ള വിഷയമാണ്. സ്വർഗവുമായി അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല, നരകവുമായി അകറ്റുന്ന കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല എന്നാണല്ലോ നബി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ കലണ്ടറിനേക്കാൾ പ്രാധാന്യത്തോടെ വിശദീകരിച്ച നിരവധി വിഷയങ്ങളുണ്ട്. നമസ്കാരം, നോമ്പ്, ഹജ്ജ് മുതലായവ ഉദാഹരണം. ഇവയുടെ എല്ലാം പ്രായോഗിക രൂപം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ് നാം പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എല്ലാവരും അടിസ്ഥാനപരമായി ഐക്യത്തോടെ ഇവ നിർവഹിച്ചു പോരുന്നു. പ്രവാചകൻ പഠിപ്പിച്ച ഹിലാൽ എന്ന മാനദണ്ഡം വലിച്ചെറിഞ്ഞ് മിഹാക്കിനെ നിശ്ചയിക്കുന്നത് എന്ത് പേരിലായാലും ന്യായീകരിക്കാവുന്നതല്ല. യസ്അലൂനക അനിൽ അഹില്ല എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: അള്ളാഹു ചന്ദ്രക്കലകളെ ജനങ്ങൾക്ക് കാലനിർണ്ണയത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ ആ ചന്ദ്രക്കല കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, അത് കണ്ടാൽ മുറിക്കുകയും ചെയ്യുക. മേഘാവൃതമായാൽ 30 ദിവസം എണ്ണുക. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിശദീകരണം യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യത്യസ്ത രൂപത്തിൽ 107 പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത്ര പ്രബലമായ ഹദീസുകൾ വളരെ അപൂർവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ ഊന്നിപ്പറഞ്ഞ കാര്യം ഹിലാലാണ് മാസാരംഭത്തിന്റെ മാനദണ്ഡം എന്നതാണ്. ഈ അടിസ്ഥാനം വിട്ടു നടത്തുന്ന ഗവേഷണങ്ങൾക്ക് മതപരിവേഷം നൽകുന്നത് ശരിയല്ല. മാസം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുണ്ടായിരുന്ന പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസം കണ്ടതായും ചിലപ്പോൾ സഹാബത്ത് ഹിലാൽ കണ്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതനുസരിച്ച് നോമ്പും പെരുന്നാളും ഉറപ്പിച്ചതായും ഒക്കെയുള്ള റിപ്പോർട്ടുകളുമൊക്കെ അവഗണിച്ച് നബി ഹിലാൽ നോക്കിയിട്ടില്ല, നോക്കാൻ കൽപ്പിച്ചിട്ടില്ല, ന്യൂമൂണാണ് മാസത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ന്യൂമൂണിനെ പോലെ തന്നെ ഉർജൂനുൽ ഖദീം എന്ന മാനദണ്ഡവും മാസമാറ്റത്തിന് ഹിജ്റ കമ്മിറ്റിക്കാർ ഇപ്പോൾ പ്രയോഗിച്ചു വരുന്നതായി കാണുന്നു. റുബൈ ഇബ്നു ഹറാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ നിന്ന് ഒരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. റമളാനിലെ അവസാന ദിവസം ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി. അപ്പോൾ 2 ഗ്രാമീണ അറബികൾ വന്നു. ഇന്നലെ വൈകുന്നേരം മാസം കണ്ടതായി അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു, സാക്ഷി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് നോമ്പ് മുറിക്കാൻ കൽപ്പിച്ചു. അബൂദാവൂദ്. ഇവിടെ ഗ്രാമീണർ ഉർജൂനുൽ ഖദീം കണ്ടു എന്നല്ല പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബക്കീ പരിസരത്ത് വെച്ച് മാസം കണ്ടവർ ആ വിവരം പറയുകയും അത് സ്വീകരിച്ച് പ്രഖ്യാപിക്കുകയും ശേഷം മഗ്‌രിബ് നമസ്കരിക്കുകയും ചെയ്തതായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഭാര്യചന്ദ്രനെ കണ്ടിട്ടില്ലെന്നാണ് ഹിജ്റ കമ്മിറ്റിയുടെ ഭാഷ്യം. ചന്ദ്രിക ആഴ്ച പതിപ്പ് 2004 ഒക്ടോബർ 9-15. ഈ വിഷയത്തിൽ 10ഓളം ഹദീസുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. സമയക്കുറവ് കാരണം അതിവിടെ ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല. അസ്ട്രോണമിക്കൽ ന്യൂമൂണല്ല, ക്രസന്റ് ന്യൂമൂണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസമാറ്റത്തിന് മാനദണ്ഡമാക്കിയതെന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ തന്നെ പരിശോധിച്ചാൽ മതി. ക്രിസ്താബ്ദം 632 ഹിജ്റ 10-ാം വർഷം ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ അറഫ എന്ന് തെളിയിക്കുന്ന 3 ഹദീസുകൾ ഇമാം ബുഖാരി 45, 4604, 7268 നമ്പറുകളിലായി ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ നിരാക്ഷേപം അംഗീകരിച്ച ഒരു വിഷയമാണിത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസമാറ്റത്തിന് അസ്ട്രോണമിക്കൽ ന്യൂമൂണാണ് പരിഗണിച്ചതെങ്കിൽ എന്നായിരിക്കും ദുൽഹജ്ജ് 9 എന്ന് പരിശോധിക്കുക. AD 632 ഫെബ്രുവരി 25-ാം തീയതി രാത്രിയാണ് അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അഥവാ കറുത്ത വാവ്. ഹിജ്റ കമ്മിറ്റിയുടെ വാദമനുസരിച്ച് ഫെബ്രുവരി 26 ബുധനാഴ്ച ദുൽഹജ്ജ് 1 ആവണം. അപ്പോൾ ദുൽഹജ്ജ് 9 വ്യാഴാഴ്ചയാവണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ സമ്മേളിച്ചത് വെള്ളിയാഴ്ചയായിരുന്നല്ലോ. അത് ഹിലാലിനെ അടിസ്ഥാനപ്പെടുത്തിയതിനാലാണത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ വെള്ളിയാഴ്ചയായിരുന്നുവെന്നതിന് ഹിജ്റ കമ്മിറ്റി ചെയർമാൻ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസത്തിന്റെ പേര് വേറെ വല്ലതും പറയാൻ പോവുകയാണെന്ന് കരുതി ജനങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ റസൂലിനും അധികം അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, ഇന്ന് അതേ ദിവസം തന്നെയാണ്, അതായത് അത് വെള്ളിയാഴ്ച തന്നെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണെന്നും ദുൽഹജ്ജ് മാസം 9-ാം തീയതിയാണെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് അറിയുകയാണ്. ഒരു ശരിയായ നിശ്ചിത തീയതിയും ദിവസവും നമുക്ക് കിട്ടിയാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ മുമ്പുള്ള തീയതികളും ദിവസങ്ങളുമെല്ലാം കണക്കാക്കാവുന്നതാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാവും. ചന്ദ്രപ്പിറവി പ്രശ്നങ്ങളും പരിഹാരങ്ങളും അലിമണിഖാൻ പേജ് 19. ഇതേ ആശയം വേറെയും അലിമണിഖാൻ സാഹിബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയാക്കി തന്നുവെന്ന് ഹിജ്റ കമ്മിറ്റി ചെയർമാൻ തന്നെ പറയുന്ന ദിവസം ഒരിക്കലും അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അനുസരിച്ചായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന ആയത്തുമായി അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ച ദിവസം ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ചയായിരുന്നുവെന്ന് വ്യക്തമാവുമ്പോൾ അസ്ട്രോണമിക്കൽ ന്യൂമൂൺ വാദം അപ്രസക്തമാവുകയാണ്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നത് പോലെ കേവലം ഒരു ആശയത്തിന്റെ സമർത്ഥനത്തിനായി പ്രമാണങ്ങളെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കുകയും മറ്റു ചിലത് കണ്ടിൽ നിന്ന് നടിക്കുകയും ചെയ്യുന്ന പ്രവണത കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾക്ക് ഉദാഹരണമാണിത്. കേവലം ഇത്തരം ഒരു ഗവേഷണാത്മക വിഷയത്തിൽ മാത്രമൂന്നിയുള്ള പഠനവും പ്രവർത്തനവും കാരണം ഇസ്ലാമിന്റെ മറ്റു മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ എന്ന പോലെ പ്രമാണങ്ങളോടുള്ള സമീപനത്തിലും ഗൗരവം നഷ്ടപ്പെടുന്നതായാണ് കാണുന്നത് എന്ന് വേദനയോടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം 28-ാം വചനത്തിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ റബ്ബാകുന്നു അള്ളാഹു എന്ന് പറയുന്നുവെന്ന വ്യാഖ്യാനമൊക്കെ ഇത്തരത്തിലുണ്ടായതാണ്. പ്രമാണങ്ങളെയും ഉദ്ധരണികളെയും ഇത്തരത്തിൽ ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കുന്നതിന്റെ അപകടം വളരെ വലുതാണെന്ന് മറക്കാതിരിക്കുക. അസ്ട്രോണമിക്കൽ ന്യൂമൂൺ സംഭവിച്ചതിന്റെ പേരിൽ തീയതി മാറ്റാതെ ക്രസന്റ് ന്യൂമൂൺ അനുസരിച്ച് മാസം ആരംഭിക്കുന്നത് മഹാപാതകമാക്കി ചിത്രീകരിക്കുന്നവർ അസ്ട്രോണമിക്കൽ ന്യൂമൂൺ പോലും സംഭവിക്കുന്നതിന് മുമ്പ് 1-ാം തീയതിയിലേക്ക് പ്രവേശിക്കുന്നതിന് എന്ത് ന്യായമാണ് അവതരിപ്പിക്കുന്നത്? ആഗോള സമയത്തിന്റെ മറവിൽ ന്യൂമൂൺ സമയത്ത് അവതരിപ്പിച്ച് കലണ്ടർ ഉണ്ടാക്കുമ്പോൾ പല രാജ്യങ്ങളും പുതിയ തീയതിയിലേക്ക് പ്രവേശിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ന്യൂമൂൺ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു തിങ്കളാഴ്ച ആഗോള സമയം രാത്രി 11:45 ന്യൂമൂൺ സംഭവിക്കുന്നുവെന്ന് കരുതുക. ഹിജ്റ കലണ്ടർ അനുസരിച്ച് ചൊവ്വാഴ്ച 1-ാം തീയതിയാണ്. എന്നാൽ പ്രസ്തുത ന്യൂമൂൺ സംഭവിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച പുലർച്ചെ 5:15 അതായത് ചൊവ്വാഴ്ച സുബഹിയും കഴിഞ്ഞ് സംഭവിക്കുന്ന ന്യൂമൂണിന്റെ പേരിൽ നമുക്ക് അതേ ചൊവ്വാഴ്ച പുതിയ മാസത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു. മാസങ്ങളുടെ പിന്നോട്ട് മാറ്റൽ അവിശ്വാസത്തിന്റെ വർധനവാണെന്ന ഇന്നമൻ നസിയു സിയാദത്തും ഫിൽ കുഫർ എന്ന അല്ലാഹ് വിശേഷണത്തിൽ നിന്ന് ഈ താക്കീതിൽ നിന്ന് ഈ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഒഴിവാവുക എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതുപോലെ പല അബദ്ധങ്ങളും ഈ കലണ്ടറിലുണ്ട്. കോഴിക്കോട് വെച്ച് രൂപം നൽകിയപ്പോഴുണ്ടായാണ് പല പ്രത്യേകതകളും. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വെച്ചാണ് ഇതുണ്ടാക്കിയതെങ്കിൽ അവ മറ്റൊരു തരത്തിലാവുമായിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29 ആഗോള സമയം പുലർച്ചെ 3:04 ന്യൂമൂൺ സംഭവിക്കുന്നതിനാൽ 30 ശവ്വാൽ 1 മണിക്വാന്റെ കലണ്ടറിൽ പറയുന്നു. അതായത് ലണ്ടനിൽ 29 പുലർച്ചെ 3:04 ന്യൂമൂൺ സംഭവിക്കുന്നു. അതുകൊണ്ട് അന്ന് മാസത്തിന്റെ അവസാന ദിവസം. ശരി, ഇനി നമുക്ക് ഇതേ കലണ്ടറിന്റെ റജബിലേക്കൊന്ന് നോക്കാം. റജബിന്റെ ന്യൂമൂൺ സംഭവിക്കുന്നത് ജൂൺ 1 ആഗോള സമയം 21:03. അതിനാൽ അന്നേ ദിവസം പൂർത്തിയാക്കി ജൂൺ 2 റജബ് 1. ലണ്ടനിലെ കാര്യം അങ്ങനെ. എന്നാൽ ഇതേ കണക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് എങ്ങനെയാകും? റജബിന്റെ ന്യൂമൂൺ സംഭവിക്കുന്ന സമയം നമുക്ക് ജൂൺ 2 പുലർച്ചെ 2:33, ആഗോള സമയം 21:03 എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ജൂൺ 2 പുലർച്ചെ 2:33. നമുക്ക് ജൂൺ 2 പുലർച്ചെ ന്യൂമൂൺ സംഭവിക്കുന്നതിന്റെ പേരിൽ ആ ദിവസം പൂർത്തിയാക്കാൻ നിൽക്കാതെ അതേ ദിവസം തന്നെ മാസം മാറുന്നു. എന്നാൽ കഴിഞ്ഞ 29 ലണ്ടൻകാർക്ക് പുലർച്ചെ ന്യൂമൂൺ സംഭവിച്ചപ്പോൾ ആ ദിവസം പൂർത്തിയാക്കി പിറ്റേന്ന് ദിവസം മാറുന്നു. ഇത് ഹിജ്റ കമ്മിറ്റി കലണ്ടറിലാക്കുമ്പോൾ തോന്നിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നല്ലാതെ മതത്തിന്റെ എന്ത് ന്യായമാണ് ഇതിനുള്ളത്? കഴിഞ്ഞ 29 ന്യൂമൂൺ സമയം പല നാടുകളിലും ഞായറാഴ്ചയാണ്. അവർ ഞായറും കഴിഞ്ഞ് തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ച മാസം മാറ്റേണ്ടി വരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റുകൾ. നിലവിൽ തുടർന്നു വരുന്ന നിലപാടിൽ ന്യൂനത ആരോപിച്ച് നാം പുൽകുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റുകളെയാവണം. പൂർവിക പണ്ഡിതനായ ഇബ്നു ദഖീഖുൽ ഈദ് പറയുന്നു, ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായമനുസരിച്ച് സൂര്യനും ചന്ദ്രനും നേരെ അടുത്ത് വരുന്നതിനാസ്പദമാക്കിയുള്ള കണക്കനുസരിച്ച് നോമ്പ് നോൽക്കൽ അനുവദനീയമല്ല എന്നാണ്. കാരണം അവർ കണക്കനുസരിച്ച് ചിലപ്പോൾ 1-2 ദിവസം മുമ്പ് മാസം ആരംഭിച്ചിരിക്കും. ഇത് പരിഗണിച്ചാൽ അള്ളാഹു അനുവദിക്കാത്ത പുതിയ ശരീഅത്ത് നിയമം ഉണ്ടാക്കലാകും അത്. തൽഖീസുൽ മജ്മൂ 2:266. മേൽപ്പറഞ്ഞ അസ്ട്രോണമിക്കൽ ന്യൂമൂൺ മാസമാറ്റത്തിന്റെ മാനദണ്ഡമല്ല എന്നതിനെ സത്യപ്പെടുത്തുന്ന ആധുനിക പണ്ഡിതന്മാരുടെ ഫത്വകൾ ധാരാളമുണ്ട്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, ഷെയ്ഖ് അബ്ദുൾ റസാഖ് അഫീഫി, ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു ഖൂദ്, ഫത്താവ സമാഹരണം 10-15 നമ്പർ 2036, 386, സൗദി ഫത്വ ബോർഡ് ഫത്വ സമാഹാരം 10-106, യൂസുഫുൽ കർലാവിയുടെ ഫത്താവൽ മുആസിറ 2-237, 238, 239, 249
ഫത്താവ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ 13-12 അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇതിന് കാണിക്കാൻ കഴിയുന്നതാണ്. ദിനാരംഭം ഇസ്ലാമിൽ ഒരു കലണ്ടർ രൂപീകരണത്തിനായി മാസമാറ്റത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ച് ഇസ്ലാമിക അനുശാസനങ്ങളെ മാറ്റിവെച്ച പോലെ ദിനാരംഭവുമായി ബന്ധപ്പെട്ട സൂചനകളും ഹിജ്റ കമ്മിറ്റി മാറ്റിവെക്കുകയുണ്ടായി. പല ഘട്ടങ്ങളിലായി ദിനാരംഭത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ മാറ്റിപ്പറഞ്ഞ ഹിജ്റ കമ്മിറ്റി ഇപ്പോൾ ദിനാരംഭം ഫജറിനാണെന്ന അഭിപ്രായമാണ് പ്രചരിപ്പിക്കുന്നത്. ചന്ദ്രമാസ തീയതി തുടങ്ങുന്നത് സൂര്യാസ്തമയത്തോടെയാണെന്ന് നേരത്തെ രേഖപ്പെടുത്തി വെച്ച ബഹുമാനായ അലിമണിപ്പാൻ സാഹിബ് MS സംവാദ പ്രബന്ധത്തിലും 2004 ഡിസംബർ ശബാബിൽ നൽകിയ ലേഖനത്തിലും ജുമുഅയും ദുഹറും മാറുന്ന സമയമാണ് ദിനാരംഭം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹിജ്റ കമ്മിറ്റിയുടെ പ്രമുഖ പണ്ഡിതൻ ഈ വിഷയത്തിൽ പറയുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാം: ന്യൂമൂൺ സംഭവിച്ച ശേഷം സൂര്യൻ ഐഡിയലിന് നേരെ വന്ന് ദിനമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ചന്ദ്രമാസത്തിലെ 1-ാം തീയതി അവിടെ നിന്ന് ആരംഭിക്കുകയായി. അന്നേ ദിവസം ലോകത്തെ 24 മണിക്കൂർ കൊണ്ട് ആ ദിനം കറങ്ങുകയായി. ചന്ദ്രമാസത്തിലെ 1-ാം തീയതി ഇതാണ് ശാസ്ത്രീയ ചന്ദ്രമാസ ദിനം. അറഫ നോമ്പ്, മാസപ്പിറവിയും ഹിലാൽ കമ്മിറ്റിയും എന്ന പുസ്തകത്തിൽ പേജ് 33. മണിക്വാൻ സാഹിബ് രേഖപ്പെടുത്തുന്ന ഒരു അഭിപ്രായം ഇങ്ങനെയാണ്: സാധാരണ തീയതി ആരംഭിക്കുന്നത് ദിവസത്തോടു കൂടിയാണ്. ഉദാഹരണമായി വെള്ളിയാഴ്ച എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോൾ അത് കുറിക്കുന്ന തീയതിയും ആരംഭിക്കും. ഇത് ഓരോ സ്ഥലത്തിന്റെയും നിശ്ചിത സമയത്തോട് ആരംഭിക്കുന്നു. ഇംഗ്ലീഷ് തീയതി, ക്രിസ്ത്യൻ തീയതി ഇംഗ്ലണ്ടിൽ രാത്രി 12 മണിക്ക് തുടങ്ങുമ്പോൾ അതേ സമയത്ത് തന്നെ മക്കയിൽ അത് 3 മണിക്ക് മാറ്റുന്നു. അപ്പോൾ ഇസ്ലാമിക തീയതിയും ലോകം അംഗീകരിച്ച ഇംഗ്ലീഷ് തീയതിയും തമ്മിൽ വ്യത്യാസമില്ല. മണിക്വാൻ എഴുതിയ ഒരു കത്താണ്, അത് നിങ്ങളുടെ കയ്യിലുണ്ട്, ആവശ്യമെങ്കിൽ കാണിക്കാവുന്നതാണ്. MS സംവാദ പ്രബന്ധത്തിൽ മണിക്വാൻ പറയുന്ന മറ്റൊരു വീക്ഷണം ഇങ്ങനെ: എന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും സമയത്തെപ്പറ്റി നമുക്കറിയാം. ജനിച്ചതോടെ തുടങ്ങുകയും മരണത്തോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ നാം കണക്കാക്കുന്നത് സൂര്യന്റെ ചായ്വുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെ ഒരു ദിവസം എന്ന് കണക്കാക്കുന്നു. പേജ് 2. സുബഹി മുതൽ സുബഹി വരെയുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ദിവസം എന്ന് ഇതേ പ്രബന്ധത്തിന്റെ 1-ാം പേജിൽ മണിക്വാൻ സാഹിബ് പറയുന്നു. മഗ്രിബിനാണ് ദിവസം ആരംഭിക്കുന്നത് എന്ന് സ്വന്തം കൈകൊണ്ടെഴുതുകയും കുറെ കാലം പ്രചരിപ്പിക്കുകയും ചെയ്ത കമ്മിറ്റി ചെയർമാൻ ഒടുവിൽ മഗ്രിബിന് ദിവസം ആരംഭിക്കുന്നത് യഹൂദികളുടെ ആചാരമാണെന്ന് എന്ന് തന്റെ ചന്ദ്രപ്പിറവി പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഫജറിനാണ് ദിനാരംഭം എന്ന പുതിയ വാദത്തിന് ബലമേകാൻ കമ്മിറ്റി കുറെ തെളിവുകൾ അവതരിപ്പിക്കാൻ സാഹസപ്പെട്ടെങ്കിലും ഒന്നും പ്രാമാണികമല്ലെന്നതാണ് സത്യം. കാര്യമായി വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലെ വലല്ലയിൽ സാബിഖുൻ നഹാർ എന്ന പരാമർശമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിന് ദിനാരംഭം എപ്പോൾ എന്ന പുസ്തകത്തിൽ നൽകുന്ന വിശദീകരണം നമുക്ക് നോക്കാം. രാവ് പകലിനെ മറികടക്കാതെ പകലിന്റെ പിന്നിൽ രാവ് വരികയുള്ളൂ എന്ന് സംശയരഹിതമെന്നെ അള്ളാഹു വ്യക്തമാക്കുകയാണ് ഇവിടെ. മറ്റ് ചില തെറ്റായ ധാരണകളാലും കൃത്യമായ ശാസ്ത്രീയ ജ്ഞാനത്തിന്റെ അഭാവത്താലും മുസ്ലിങ്ങൾ ഇത് വേണ്ട വിധം ഗൗനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള അനേകം വ്യാഖ്യാതാക്കളിൽ ആരും ഈ ആശയത്തിനെതിരിൽ എഴുതിയിട്ടില്ല. പേജ് 11 നോക്കൂ, എന്തൊരു അബദ്ധമാണിത്. ഒരാശയത്തിനെതിരിൽ ആരും എഴുതിയിട്ടില്ല എന്നതാണോ ഒരു കാര്യത്തിന് തെളിവാവുക? ആ അനേകം വ്യാഖ്യാതാക്കളിൽ ആരെങ്കിലും അത്തരമൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ടോ എന്നല്ലേ ഈ ആശയക്കാർ പറയേണ്ടിയിരുന്നത്? മാത്രമല്ല ആരും ഇതിനെതിരിൽ എഴുതിയിട്ടില്ല എന്നതും കളവാണ്. ഉദാഹരണമായി ഈ വിഷയകമായി ഇമാം മാവർദിയുടെ ഉദ്ധരണി നമുക്ക് നോക്കാം. ചിലർ മാസാരംഭം രാത്രിയല്ല പകലാണ് എന്ന് സ്ഥാപിക്കാൻ ഈ ആയത്തിനെ തെളിവാക്കുന്നുണ്ട്. കാരണം രാത്രി പകലിനെ മറികടക്കാതിരിക്കുകയും അവ രണ്ടും ഒന്നാവുക എന്നത് അസംഭവ്യമാവുകയാൽ പകൽ തന്നെയാകണമല്ലോ ആദ്യം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ വാദത്തെ ശരീഅത്ത് തള്ളിക്കളയുന്നതോടൊപ്പം ഇജ്മാഇന് വിരുദ്ധവുമാണത്. അന്നുഖത്ത് വൽ ഉയൂൻ 5:18 നോക്കൂ, ഇതാണ് വസ്തുത. എന്നിട്ടാണ് ആരും എതിര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരാശയം ഇസ്ലാമിക നിയമമാക്കി മാറ്റുന്നത്. ദിനാരംഭം ഫജറിനാണെന്ന് തെളിയിക്കാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ തെളിവായി ഉന്നയിക്കുന്ന ഈ ആയത്തിന്റെ അവസ്ഥ പോലും അവസ്ഥയെപ്പോലെ തന്നെ മറ്റ് തെളിവുകളുടെ എല്ലാം അവസ്ഥ ഇപ്രകാരം തന്നെയാണ്. വലിയ കൃത്രിമങ്ങൾ പോലും ഇക്കാര്യത്തിൽ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് ഹാജരാക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ദിവസത്തെ പരാമർശിക്കുന്നിടത്ത് ലൈൽ എന്നതിന് ശേഷം നഹാർ എന്ന് പറയുന്ന നിരവധി ആയത്തുകളുണ്ട്. സമയക്കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. സൂറത്ത് യൂനിസ് 6, അൽബക്കറ 163, ആൽ ഇമ്രാൻ 190, അനാം 132, ഇസ്രാ 12, അംബിയാ 31, 33, അൽ മുഅ്മിനൂൻ 80, അന്നൂർ 44, അൽ ഫുർഖാൻ 63, അൽ ഖസസ് 73, അൽ ജാസില 5 തുടങ്ങി നിരവധി ആയത്തുകൾ ഇപ്രകാരം കാണാവുന്നതാണ്. രാവ് കൊണ്ടാണ് അള്ളാഹു ദിവസത്തിന്റെ ആരംഭം കുറിക്കുന്നത്. ഇത് യഹൂദികളുടെ ആചാരമാണ് എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള കുറെ വാദങ്ങൾ, കാഴ്ചപ്പാടുകൾ ഗവേഷണപരമായി അവതരിപ്പിക്കുകയും അത് അള്ളാഹുവിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണെന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സ്വാഭാവികമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്
പ്രചരിപ്പിച്ച ഈ ഗവേഷണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തി തന്നെ ഇതേ സംഘാടകരുടെ കീഴിൽ മുമ്പ് നടന്നൊരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സൗദി അറേബ്യയിലോ ഇന്ത്യയിലും മറ്റുള്ള സ്ഥലത്തോ ഒന്നും ഈ ആശയം പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മാത്രം പറയാൻ പറ്റുന്നതാവില്ലല്ലോ ഇസ്ലാമിന്റെ ഒരു ആശയം. ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമല്ല അദ്ദേഹം പറയുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഇതേ സംഘാടകർ നടത്തിയ സംവാദത്തിൽ കൊടുത്ത പ്രബന്ധത്തിൽ അദ്ദേഹം പരാമർശിച്ച ആ കാര്യം. സൗദി അറേബ്യയിൽ പോലും പറയാൻ പറ്റാത്ത കാര്യമാണിതെന്ന് അദ്ദേഹം അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മാസനിർണയത്തിൽ നിലവിലുള്ള രീതിയിൽ പോരായ്മ ആരോപിച്ച് ഹിജ്റ കമ്മിറ്റി അവതരിപ്പിച്ച പുതിയ കാഴ്ചപ്പാട് പ്രമാണബദ്ധമോ ശാസ്ത്രീയമോ അല്ലെന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാവുന്നു. സമയ ചുരുക്കത്തിൽ കൂടുതൽ വിശദീകരണം മറ്റൊരു വേളയിലേക്ക് മാറ്റിവെച്ച് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സത്യം സത്യമായി ഉൾക്കൊള്ളാനും അസത്യം തള്ളിക്കളയാനും നമ്മൾ അനുഗ്രഹിക്കുമാറട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മൾ പോയിരിക്കുന്നത് അബ്ദുൽ റഷീദ് സേനം ഈ സംഘടനയിൽ ജില്ലാ കമ്മിറ്റി